ഉത്തരേന്ത്യയിൽ ആക്രമണം നടത്താൻ അൽ ഖ്വയ്ദ കുട്ടിച്ചാവേറുകളെ ഒരുക്കുന്നത് കേരളത്തിലും. പ്രവാചക നിന്ന ആരോപണത്തിൽ ഇന്ത്യക്കെതിരെ ഉറഞ്ഞുതുള്ളിയ ഇസ്ലാം രാജ്യങ്ങൾക്ക് ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയിരുന്നു. എന്നാൽ ചില തീവ്രവാദ ശക്തികൾ കൂടി ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിൽ പ്രമുഖർ ആഗോള ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയാണ്. അവരുടെ ഭീഷണി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ചാവേർ ആക്രമണങ്ങൾ നടത്തുമെന്നാണ്. അൽ ഖ്വയ്ദ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന സംഘടനയാണ് ഇത് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. അൽ ഖ്വയ്ദ അംഗങ്ങൾ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ഡൽഹി, മുംബൈ, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇവർ നടത്തുവാൻ പോകുന്നത് കുട്ടികളെ ഉപയോഗിച്ചുള്ള ചാവേർ ആക്രമണമായിരിക്കുമെന്നാണ് അവരുടെ ഭീഷണി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ നടത്തിയ സമ്മേളനത്തിൽ കേവലം 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കൊണ്ട് വംശഹത്യ മുദ്രാവാക്യം വിളിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് അൽ ഖ്വയ്ദ പുറത്തുവിട്ട പ്രസ്താവനയുടെ ഗൗരവം വർദ്ധിക്കുന്നത്. വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ പൊരുളെന്തെന്ന് തിരിച്ചറിയാൻ ത്രാണിയില്ലാത്ത പ്രായത്തിൽ തീവ്ര സ്വഭാവമുള്ള പ്രസംഗങ്ങളും ലേഖനങ്ങളുമായി അന്ധമായ വർഗീയ വിഷം കുട്ടികളുടെ ഇളം മനസ്സിലേക്ക് കുത്തിവെച്ചുകൊണ്ട് ഭീകരമായ തിന്മകൾക്കായി അവരെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്നതിന് മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല. 2016 കാസർഗോഡ് സ്വദേശികളായ 15 യുവാക്കൾ IS-ൽ ചേർന്നത് ഏറെ ശ്രദ്ധ നേടിയ ഒരു സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ മുതലമട ചമ്പക്കാട് സ്വദേശി റിയാസ് അബൂബക്കറെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കേരളത്തിൽ ചാവേർ സ്ഫോടനം നടത്താൻ ശക്തമായ പദ്ധതി തങ്ങൾക്കുണ്ടായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ശ്രീലങ്കയിൽ നടന്ന സ്ഫോടന പരമ്പരകളുടെ മുഖ്യ സൂത്രധാരനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ അന്ന് പറഞ്ഞത് കേരളത്തിൽ തൃശൂർ പൂരം, കൊച്ചിയിലെ പുതുവത്സരാഘോഷം തുടങ്ങി ആയിരങ്ങൾ പങ്കെടുക്കുന്ന മതചടങ്ങുകൾ എന്നിവയിലേതെങ്കിലും ശ്രീലങ്കൻ മാതൃകയിൽ ചാവേറായി പൊട്ടിത്തെറിക്കാൻ തങ്ങൾ പദ്ധതിയൊരുക്കുകയും സമാന സ്വഭാവമുള്ളവരെ കൂടെ കൂട്ടാൻ ശ്രമങ്ങൾ നടത്തിയെന്നുമാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി പിണറായി സർക്കാർ സംവരണം കൊടുക്കാനൊരുങ്ങുന്ന കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് 3 അൽ ഖ്വയ്ദ ഭീകരരെയാണ് കഴിഞ്ഞ വർഷം NIA പെരുമ്പാവൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. താലിബാൻ തീവ്രവാദികളിൽ മലയാളികൾ ഉണ്ടെന്ന സംശയം മുമ്പ് ട്വിറ്ററിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ശശി തരൂർ MP മുമ്പോട്ട് വെച്ചിരുന്നു. അതിനാൽ ഇന്ത്യയിൽ ചാവേർ ആക്രമണ ഭീഷണിയുമായി അൽ ഖ്വയ്ദ രംഗത്ത് വരുമ്പോൾ ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ടത് കേരളമാണ്. ആലപ്പുഴയിൽ കടുത്ത ഭാഷയിൽ വർഗീയ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചതുപോലെ പല കുട്ടികളെയും മസ്തിഷ്ക ക്ഷാളനം നടത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നതാണ് അൽ ഖ്വയ്ദ നൽകുന്ന സൂചന. ഒപ്പം മതവിദ്വേഷത്തിന്റെ ബ്രെയിൻ വാഷിന് വിധേയരായ യുവജനങ്ങളും ധാരാളം കേരളത്തിലുണ്ട്. ഇവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാകാം യുവാക്കളെയും കൊച്ചുകുട്ടികളെയും ഉപയോഗിച്ച് ചാവേർ ആക്രമണം നടത്തുമെന്ന് അൽ ഖ്വയ്ദ വളരെ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നത്. ഇസ്ലാം തീവ്രവാദികളോട് മൃദു സമീപനം വെച്ച് പുലർത്തുന്ന കേരള സർക്കാരിനുള്ള മുന്നറിയിപ്പ് കൂടിയാണിത്. ഒപ്പം കേന്ദ്ര സർക്കാരിനും. ചുരുക്കി പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ പൊട്ടിത്തെറിക്കുവാനുള്ള മനുഷ്യ ബോംബുകളുടെ തെരഞ്ഞെടുപ്പും പരിശീലനവും നടക്കുക ദക്ഷിണേന്ത്യയിലായിരിക്കാനാണ് സാധ്യത. അൽ ഖ്വയ്ദയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരും അവരിൽ നിന്ന് സാമ്പത്തിക സഹായം പോലും സ്വീകരിക്കുന്നവർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണല്ലോ. അതിനാൽ അൽ ഖ്വയ്ദ ഭീഷണി നിലനിൽക്കുന്നത് ഉത്തരേന്ത്യയെക്കുറിച്ച് ആണെങ്കിലും അതിലും ഏറെ ജാഗ്രത പാലിക്കേണ്ടത് കേരളമാണ്. ഇസ്ലാമിസ്റ്റുകളോട് മൃദു സമീപനം പുലർത്തുന്ന പിണറായി സർക്കാർ ആ ജാഗ്രത പുലർത്താൻ ഉണർന്നെഴുന്നേൽക്കുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം.